മലയാള ഭാഷയുടെ ചിഹ്നങ്ങൾ പഠിക്കാം. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. മലയാളവുമായി ബന്ധപ്പെട്ട് സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വിവരണം, വർണ്ണന, താരതമ്യക്കുറിപ്പ്, നിവേദനം, സ്കിറ്റ്, കഥാപൂരണം, തിരക്കഥ, ആസ്വാദനക്കുറിപ്പ് തുടങ്ങി എന്തെഴുതുമ്പോഴും ആശയപൂർണതയ്ക്കായി വാക്യങ്ങളിൽ ചില അടയാളങ്ങൾ ഇടുന്നതിനാണ് ചിഹ്നനം എന്ന് പറയുന്നത്. സംഭാഷണത്തിലെ ഉയർച്ച താഴ്ചകൾ, നിർത്തലുകൾ, ഭാവപ്രകടനങ്ങൾ മുതലായവ എഴുത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ് ചിഹ്നനം. വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കുന്നതിന് തടസ്സമില്ലാതെയാക്കാൻ സഹായിക്കുകയാണ് ചിഹ്നങ്ങളുടെ ധർമ്മം. അക്ഷരങ്ങൾ, അക്കങ്ങൾ ഇവ ഒഴിച്ചുള്ളവയെല്ലാം ചിഹ്നനത്തിൽ ഉൾപ്പെടുന്നു. നിശ്ചിത ചിഹ്നങ്ങൾക്ക് പുറമെ വാക്കുകൾക്കിടയിലുള്ള ഇടയകലം, ഖണ്ഡികാകരണം തുടങ്ങിയവയും ചിഹ്നനമാണ്. ചിഹ്നഭേദം വാക്യത്തിന്റെ അർത്ഥത്തെ പാടെ മാറ്റാറുണ്ട്. ചിലപ്പോൾ വാക്യാർത്ഥം തന്നെ മാറ്റിമറിക്കുന്ന വിധം മാറാം. ഉദാഹരണം: എലി വിഷം തിന്നാൽ കോഴി ചാകുമോ? എലി വിഷം തിന്നാൽ കോഴി ചാകുമോ? ഒന്നാമത്തെ വാക്കായി എലി വിഷം എന്നുള്ളതിന്റെ ഇടയ്ക്ക് ഒരു ഇടയകലം, ഒരു സ്പേസ് കൊടുത്തതോടുകൂടി എലി വിഷം തിന്നാൽ കോഴി ചാകുമോ എന്നായി ചോദ്യം മാറുകയാണ്. UP ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുവാനുള്ള പ്രധാന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വലയം, ഭിത്തിക, വിക്ഷേപിണി, ബിന്ദു, രോധിനി, അങ്കുശം, ശൃംഖല, കാകു, ഉദ്ധരണി, ശതമാനം. ഇത്രയും ചിഹ്നങ്ങളാണ് നമ്മളുടെ പാഠഭാഗങ്ങളിൽ വരുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. അങ്കുശം കോമയാണ്, ഇംഗ്ലീഷിൽ കോമ എന്ന് പറയും. ഇത് അല്പമായ നിർത്തലിനെ കുറിക്കുന്നു. സൈക്കിളിൽ സ്പീഡിൽ പോകുന്ന കുട്ടി റോഡിലെ ഹമ്പിൽ വളരെ സ്പീഡ് കുറച്ച് ഹമ്പ് കടന്നു പോകുന്നത് പോലെ തുടർച്ചയായി താളത്തിലും ഈണത്തിലും വായിച്ചു പോകുമ്പോൾ ആ ഒഴുക്കിനെ ചെറുതായി ഒന്ന് തടസ്സപ്പെടുത്തുകയാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. പ്രധാനപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ കൃതികളാണ് പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവി നിലയം. അടുത്തത് ബിന്ദു. പൂർണ്ണമായി നിർത്തേണ്ട സമയത്താണ് ഈ ചിഹ്നം ഉപയോഗിക്കേണ്ടത്. എല്ലാ പ്രധാന വാക്യങ്ങളുടെയും അവസാനത്തിൽ ഈ അടയാളം ഇടണം. ഒരു പ്രസ്താവനയായിട്ടുള്ള എല്ലാ വാക്യങ്ങളുടെയും അവസാനം ബിന്ദു ആണ് നമ്മൾ ഇടേണ്ടത്. ചോദ്യത്തിൽ മാത്രം നമ്മൾ ചോദ്യചിഹ്നം, അത്ഭുതം സൂചിപ്പിക്കുന്ന വാചകമാണെങ്കിൽ ആശ്ചര്യചിഹ്നം, അല്ലാത്തതിലെല്ലാം നമ്മൾ പൂർണ്ണവിരാമ ചിഹ്നമായ ബിന്ദു ആണ് ഇടേണ്ടത്. പൂർണ്ണവാക്യത്തിന്റെ അവസാനത്തിൽ ചേർക്കുന്ന ഈ ചിഹ്നത്തിന് പൂർണ്ണവിരാമം എന്നും പേരുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും. ചുരുക്കെഴുത്തുകളിലും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ചുരുക്കെഴുത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എഴുതുന്നത് ONV കുറിപ്പ്, KSEB എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡാണ്. അപ്പോൾ അതിനൊക്കെ എഴുതുമ്പോൾ ഇതേപോലെ പൂർണ്ണവിരാമ ചിഹ്നം ഇട്ടിട്ടാണ് എഴുതേണ്ടത്. രോധിനി. ഇത് മുകളിൽ ഒരു കുത്തും അടിയിലൊരു ചെറിയ കോമയും. ഈ കോമ വരേണ്ടത് നോട്ട്ബുക്കിലെ നീലവരയിലാണ്. വരയിട്ട നോട്ട്ബുക്ക് ആണെങ്കിൽ നീലവരയുടെ ആ ഭാഗത്താണ് കോമ വരേണ്ടത്. ഇതിനെ അർത്ഥവിരാമം എന്ന് പറയുന്നു. മഹാവാക്യങ്ങളിലുള്ള ഉപവാക്യങ്ങളെ വേർതിരിക്കുകയും മറ്റുമാണ് ഇതിന്റെ കൃത്യം. അടുത്ത ബന്ധമുള്ള രണ്ട് സ്വതന്ത്ര ഉപവാക്യങ്ങൾ, അതായത് ഒറ്റ വാക്യത്തിൽ കൂട്ടിച്ചേർക്കാൻ അർത്ഥവിരാമം ഉപയോഗിക്കുന്നു. ഒരു വാക്യത്തിൽ രണ്ടോ അതിലധികമോ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആ ആശയങ്ങൾക്ക് തുല്യമായ സ്ഥാനം നൽകുക, അതാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 16ാമത്തെ പേജ് ഒന്ന് നോക്കാം. ഭിത്തിക. ഇത് രണ്ട് ക്ലാസ് റൂമുകൾക്കിടയിലുള്ള ഇടഭിത്തി പോലെ സമനിലയിലുള്ള രണ്ട് ഭാഗങ്ങളെ വേർപെടുത്താൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 53ാമത്തെ പേജ് നോക്കാം. എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 25ാമത്തെ പേജാണ് ഇത്. വലയം. ഇതൊരു വാക്യത്തെയോ വാചകത്തെയോ പദത്തെയോ അക്ഷരത്തെയോ സംഖ്യയെയോ മറ്റൊന്നിന്റെ മധ്യേ അതിനോട് ബന്ധം കൂടാതെ ചേർക്കുന്നതിനായി ഉപയോഗിക്കുന്നു. തുടക്കത്തിൽ ഈ അടയാളവും ഒടുക്കത്തിൽ ഈ അടയാളവുമാണ് ഇടേണ്ടത്. ഉദാഹരണം നോക്കാം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ്, പേജ് 11. ഉദ്ധരണി. രണ്ട് കോമ പോലെയാണ്. ഇത് തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ഇടേണ്ടത്. ഇത് സംഭാഷണം, കവിതയുടെ വരികൾ, മഹത്വചനങ്ങൾ എന്നിവ എടുത്തെഴുതുമ്പോൾ ഉപയോഗിക്കുന്നു. ഇതിനെ ഒറ്റയായിട്ടും ഉപയോഗിക്കാം.
തുടക്കത്തിൽ അക്ഷരത്തിന് മുകളിൽ ഈ ചിഹ്നവും അവസാനം ഈ ചിഹ്നവും ഇടണം. അതായത് തുടക്കത്തിലുള്ള ആ കോമ പോലുള്ളത് അങ്ങോട്ടൊരു ചെറിയ വളവും അവസാനത്തിലുള്ളത് ഇങ്ങോട്ടൊരു ചെറിയ വളവുമായിട്ടാണ് ഇടേണ്ടത്. ഇംഗ്ലീഷിൽ ഇൻവേർട്ടഡ് കോമാസ് എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ധാരാളം ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ ഈ ഒറ്റയായിട്ടുള്ള സിംഗിൾ ഇൻവേർട്ടഡ് കോമ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നോക്കാം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 47-ാം പേജാണ്. കാകു ചോദ്യചിഹ്നമാണ്. ഇത് ചോദ്യത്തെ കാണിക്കുന്നു. ചോദ്യവാക്കുകളുള്ള ചോദ്യങ്ങളുടെ അവസാനം ഉപയോഗിക്കുന്നു. ചോദ്യരൂപങ്ങളായ വാക്യങ്ങളുടെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ചോദ്യചിഹ്നം. കാകു എന്നും ഇതിന് പേരുണ്ട്. ഉദാഹരണം: നിന്റെ പേരെന്താ? എവിടെ പോകുന്നു? കുഞ്ചൻ നമ്പ്യാരുടെ ജനനസ്ഥലം എവിടെ? കുഞ്ചൻ നമ്പ്യാരുടെ ജനനസ്ഥലം എവിടെ എന്ന് എഴുതുക. അത് ഒരു ചോദ്യമാണ്. പക്ഷെ അതിൽ ചോദ്യവാക്കുണ്ട് എങ്കിലും അതൊരു പ്രസ്താവന പോലെയാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ ചോദ്യചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ ചിഹ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച ടോണിൽ വേണം, ഭാവത്തിൽ വേണം വായിക്കാൻ. ചോദ്യങ്ങളൊക്കെ ചോദ്യ രൂപത്തിൽ തന്നെയാണ് വായിക്കേണ്ടത്. ചോദ്യസൂചകങ്ങളായ പദങ്ങളൊന്നും വാചകത്തിൽ ഇല്ലെങ്കിൽ കൂടിയും ഭാവം കൊണ്ട് ചോദ്യമായ വാക്യങ്ങൾക്കും ചോദ്യചിഹ്നം വേണം. ചില വാക്യങ്ങളിൽ ചോദ്യചിഹ്നം ഉണ്ടാവുകയില്ല, പക്ഷെ അത് ഭാവം കൊണ്ട് ചോദ്യമായിരിക്കും. അങ്ങനെയുള്ളതിനും നമ്മളെ ചോദ്യചിഹ്നം ഇടണം. ഞാൻ 1-2 ഉദാഹരണം എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നീ ഇന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ല? ഇതൊന്നും നിനക്കറിയില്ല? ഇതൊന്നും നിനക്കറിയില്ലേ എന്നല്ല, പ്രസ്താവനയാണ്, പക്ഷെ അതൊരു ചോദ്യഭാവമാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ചോദ്യം പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളതിനും നമ്മളെ ചോദ്യചിഹ്നം ഇടണം. ഉദ്ധരണിയോടൊപ്പം ചോദ്യം വന്നാൽ ചോദ്യചിഹ്നം ഉദ്ധരണിക്കുള്ളിൽ ആണ് ഇടേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത ചിഹ്നം നോക്കാം. വിക്ഷേപിണിയാണ്. നേരെ താഴോട്ട് ഒരു വര, അതിനടിയിൽ ഒരു കുത്ത്. ആ കുത്ത് നമ്മളുടെ നോട്ട്ബുക്കിലെ നീലവരയിൽ മുട്ടിയാണ് വരേണ്ടത്. വിസ്മയം, വെറുപ്പ്, സന്തോഷം, സന്താപം, പരിഹാസം തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് വിക്ഷേപിണി. ഇത് അത്ഭുതം, വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം മുതലായ മാനസിക വികാരങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം നോക്കാം. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ. CV രാമൻപിള്ള എഴുതിയ നോവലാണ് മാർത്താണ്ഡവർമ്മ. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 30ാമത്തെ പേജ് നോക്കാം. ശൃംഖല. ഇത് ഒരു പദത്തെ 2 വരികളിലായി മുറിച്ച് എഴുതേണ്ടി വന്നാൽ 1-ാം വരിയുടെ ഒടുവിൽ ഈ അടയാളം ഇടണം. ആ എഴുതിയ വാക്ക് പൂർണ്ണമായിട്ടില്ല, അതിനോടൊപ്പം കുറച്ചുകൂടി ചേർത്ത് വായിക്കണം എന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്താനാണ് ഈ ചിഹ്നം ഇടുന്നത്. അത് നമ്മൾ എഴുതി വരുമ്പോൾ ആ വരി തീർന്നാൽ, ഒരു വാക്കിന്റെ പകുതി എഴുതിയപ്പോഴത്തേനും ആ വരി തീർന്നു, ഇനി എഴുതാൻ സ്ഥലമില്ലെങ്കിൽ ആ വാക്കിന്റെ ബാക്കി അക്ഷരങ്ങൾ അടുത്ത വരിയിൽ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആദ്യത്തെ വരിയുടെ അവസാനം ഈ ചിഹ്നം ഇടണം. പദവിഭജനം, പദബന്ധം, തുടർച്ച എന്നിവയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ശൃംഖല. ഇതൊരു ചെറിയ വരയാണ്. ചെറിയ അക്കങ്ങൾ വാക്യത്തിനിടയ്ക്ക് വരുമ്പോഴും 2 വർഷങ്ങൾ അടുത്തടുത്ത് എഴുതുമ്പോഴും തീയതി കുറിക്കുന്ന അക്കം കഴിഞ്ഞും ശൃംഖല ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഹൈഫൻ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണം നോക്കാം. സിന്ധു ഗംഗാ സമതലം 7ഉം 8ഉം, ജനന തീയതി 4/7/2000. നമുക്ക് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 44ാമത്തെ പേജ് നോക്കാം. അതിൽ ചില ഉദാഹരണങ്ങളുണ്ട്. താരിക. നക്ഷത്ര ചിഹ്നം പോലെയുള്ള ഒരു അടയാളമാണ്. ഏതെങ്കിലും വാക്കിനോട് ചേർന്ന് മുകളിലായി ഈ അടയാളം ഇട്ടാൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് വിശദീകരണം ആവശ്യമുള്ള പദത്തെ സൂചിപ്പിക്കാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 44ാമത്തെ പേജാണിത്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 29ാമത്തെ പേജാണ് ഇത്. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 53ാമത്തെ പേജ് കവിതയിലെ ഇടയിലെ വരികൾ നീക്കം ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നതിനായി ഇട്ട ഒരു അടയാളമാണ്. ഇത് താരികയല്ല, താരികയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതായത് ആ കവിതയുടെ ഇടയിലുള്ള കുറച്ച് വരികൾ നീക്കം ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. അത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിഹ്നം ഇട്ടിരിക്കുന്നത്.
ഈ ചിഹ്നത്തിന് പകരം ചിലപ്പോൾ ശൃംഖല കുറേ ശൃംഖല ഇങ്ങനെ ഇടാറുണ്ട്, ചെറിയ ഡാഷ് ഡാഷ് പോലെ ഇടാറുണ്ട്. അപ്പോൾ അതൊന്നും ശൃംഖലയായിട്ടോ തരികയായിട്ടോ അല്ല, അതൊരു അടയാളമായിട്ട് അവിടെ ഇട്ടിരിക്കുന്നു എന്ന് മാത്രം. ഇനി മറ്റൊന്നാണ് ചിഹ്നമല്ലെങ്കിലും ചിഹ്നം പോലെ കണക്കാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇടയകലവും ഖണ്ഡികയും. എന്താണ് ഈ ഇടയകലം എന്ന് നോക്കാം. വാക്കുകൾ തമ്മിലുള്ള അകലം, വരികൾ തമ്മിലുള്ള അകലം ഇവ പാലിച്ചു വേണം എഴുതാൻ. അതിനായി വാക്കുകൾക്കും വരികൾക്കും ഇടയിൽ വിടുന്ന ശൂന്യ സ്ഥലത്തെയാണ് ഇടയകലം എന്ന് പറയുന്നത്. ഒരു അക്ഷരം എഴുതാൻ ആവശ്യമായ സ്ഥലത്തെയാണ് ഇടയകലം എന്ന് ഉദ്ദേശിക്കുന്നത്. വാക്യങ്ങളുടെ അവസാനം നിർബന്ധമായും ഇടയകലം വേണം. രണ്ട് വാക്യങ്ങൾക്കിടയിൽ 2 ഇടയകലം വേണം. അതായത് 2 വാക്യങ്ങൾക്കിടയിൽ 2 അക്ഷരം എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടേ എഴുതാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഖണ്ഡിക തിരിച്ചെഴുതണം. ഖണ്ഡിക തിരിച്ചെഴുതുമ്പോഴും 3-4 ഇടയകലം വിട്ടതിന് ശേഷമാണ് ഖണ്ഡികയുടെ തുടക്കം നമ്മൾ ആരംഭിക്കേണ്ടത്. ചിഹ്നങ്ങൾ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ചിഹ്നങ്ങൾ LP ക്ലാസ്സിൽ എന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ചിഹ്നങ്ങൾ ശരിയായി മനസ്സിലാക്കുക, അത് പ്രയോഗിക്കുക. എന്തെഴുതിയാലും അതിൽ ആവശ്യമുള്ളിടത്ത് ചേരുന്ന ചിഹ്നങ്ങൾ നൽകുക. എഴുത്ത് മനോഹരമാകട്ടെ, മാർക്കും കൂടുതൽ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോകളും കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിന്റെ പേര് A+ ഉത്തരം എന്നാണ്. ഓക്കെ, താങ്ക് യു.